നടുവേദനയോടൊപ്പം കാലിലേക്ക് വേദന ഇറങ്ങുന്നുണ്ടോ? കാലിൽ മരവിപ്പ് അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലെ കുറച്ചു ദൂരം നടന്നാലും കാലിലേക്ക് വേദന പടരുക, ഇതൊക്കെയുണ്ടോ? എങ്കിൽ സയാറ്റിക്ക എന്നുള്ള അവസ്ഥയാകാം. സയാറ്റിക്ക എന്താണ്, അത് എങ്ങനെ തിരിച്ചറിയാം? പറഞ്ഞു തരാം. സയാറ്റിക്ക എന്നത് ഒരു രോഗമല്ല. ശരീരത്തിലെ ഏറ്റവും വലിയ നെർവായ അല്ലെങ്കിൽ ഞരമ്പായ സയാറ്റിക് നെർവിന് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളെയാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. സയാറ്റിക് നെർവ് നമ്മുടെ നട്ടെല്ലിന്റെ താഴെ ഭാഗത്തു നിന്ന് ആരംഭിച്ച് നിതംബത്തിലൂടെ തുടയുടെ പുറകുഭാഗത്തിലൂടെയും കാലിന്റെ പുറകുഭാഗത്തിലൂടെയും പാദം വരെ പോകുന്നു. അതുകൊണ്ടാണ് സയാറ്റിക്കയിൽ വേദന നട്ടെല്ലിന്റെ ഭാഗത്ത് മാത്രം ഒതുങ്ങാതെ പാദത്തിലേക്ക് ഇറങ്ങുന്നത്. സയാറ്റിക്കയുടെ ഏറ്റവും പ്രധാന ലക്ഷണം ഒരു കാലിലേക്കുള്ള വേദനയാണ്. ആ വേദന നടുവിൽ നിന്ന് നിതംബത്തിലൂടെ തുടയുടെ പുറഭാഗം വഴി കാലിന്റെ പുറംഭാഗം വഴി ചിലരിൽ പാദം വരെ പോകുന്നു. വേദന കൂടാതെ ചിലരിൽ മരവിപ്പ് അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തുന്ന പോലുള്ള ബുദ്ധിമുട്ട്, കത്തുന്നത് പോലെ അല്ലെങ്കിൽ കറന്റ് അടിക്കുന്നത് പോലെയൊക്കെ അനുഭവപ്പെടാം. ചിലരിലാകട്ടെ കാലിൽ ബലക്കുറവും അനുഭവപ്പെടുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ നടുവേദനയും സയാറ്റിക്കയല്ല. നിങ്ങളുടെ നടുവിന്റെ ഭാഗത്ത് മാത്രമാണ് വേദനയുള്ളതെങ്കിൽ അത് മസിൽ സ്ട്രെയിൻ കൊണ്ടോ സാക്രോയിലിയാക് ജോയിന്റ് പെയിൻ കൊണ്ടോ അല്ലെങ്കിൽ ഫേസഡ് ജോയിന്റ് പെയിൻ കൊണ്ടോ സംഭവിക്കാം. അതേസമയം നടുവിൽ നിന്ന് മുട്ടുവരെ ഇറങ്ങുന്നതാണ് നിങ്ങളുടെ വേദനയുടെ സ്വഭാവമെങ്കിൽ അവിടെ സയാറ്റിക്കയെ സംശയിക്കേണ്ടതായിട്ടുണ്ട്. സയാറ്റിക്കയുടെ ഏറ്റവും സാധാരണമായി കാണപ്പെടുന്ന കാരണം ലംബാർ ഡിസ്കിന്റെ ഹെർണിയേഷൻ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ആണ്. പക്ഷെ ചിലരിൽ ഇത് പിരിഫോമിസ് സിൻഡ്രോം കൊണ്ടോ അല്ലെങ്കിൽ സ്പൈനൽ കനാൽ സ്റ്റിനോസിസ് കൊണ്ടോ സ്പൈനൽ ഡീജനറേഷൻ കൊണ്ടോ സംഭവിക്കാറുണ്ട്. സയാറ്റിക്കയുടെ കാരണം കണ്ടെത്താതെ ചികിത്സിച്ചാൽ വേദന പിന്നെയും പിന്നെയും വരുന്നതായി കാണപ്പെടുന്നു. ഏറ്റവും പ്രധാനമായി സയാറ്റിക്ക ഉണ്ടെന്ന് വെച്ച് എല്ലാവർക്കും സർജറി ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല. നേരത്തെയുള്ള ഡയഗ്നോസിസും ശരിയായ ചികിത്സയും ഒപ്പം റീഹാബിലിറ്റേഷനും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സയാറ്റിക്കയുടെ ലക്ഷണങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ സയാറ്റിക്ക കാരണമുണ്ടാകുന്ന നടുവേദന എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് വിശദമായി പറഞ്ഞു തരാം. ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. ഒപ്പം നിങ്ങൾക്ക് നടുവിന്റെ ഭാഗത്ത് മാത്രമാണോ വേദന, അതോ കാലിലേക്ക് പടരുന്നുണ്ടോ? കമന്റിൽ എഴുതൂ. ഈ വീഡിയോ സയാറ്റിക്ക കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ.